ഹായ് ഓൾ, എല്ലാവർക്കും എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നാളെ നീറ്റ് എക്സാം എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾ ദി ബെസ്റ്റ്. സോ നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നാളത്തെ നീറ്റ് എക്സാമിന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്, അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പെട്ടെന്നൊന്ന് ഡിസ്കസ് ചെയ്യുവാണ്. സോ ആദ്യം തന്നെ നമ്മൾ എക്സാമിനെ കുറിച്ച് പറയാം. എക്സാമിൽ നിങ്ങൾക്കറിയാം 3 മണിക്കൂർ 20 മിനിറ്റുമാണ് നമ്മളുടെ ടൈം. എല്ലാവരും എക്സാം ടൈമിന്, അതായത് 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന എക്സാം 5:20 വരെയാണ് ടൈം ഉള്ളത്. നിങ്ങളൊരു 1 മണിക്കൂർ മുമ്പെങ്കിലും എക്സാം സെൻറ്ററിൽ എത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ റോൾ നമ്പർ കൃത്യമായിട്ട് എവിടെ ആണെന്നുള്ളതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. സീറ്റൊക്കെ കൃത്യമായിട്ട് കണ്ടുപിടിക്കുക. ലാസ്റ്റ് മിനിറ്റ് റഷ് ഒഴിവാക്കുക. അത് പേരൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റുഡൻസിനെ എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ കൃത്യമായിട്ട് നേരത്തെ തന്നെ സെൻറ്ററിൽ എത്തിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഡ്രസ് കോഡിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാം. അതിന് മുന്നായിട്ട് എക്സാമിനെ കുറിച്ച് ഞാനൊന്ന് പറയുകയാണ്, ബ്രീഫ് ചെയ്ത് പറയുകയാണ്. ചിലപ്പം ഇതിനെപ്പറ്റി അറിയാത്ത സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അവർക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, എക്സാം എന്ന് പറയുന്നത് 2 സെക്ഷൻസ് ആയിട്ടാണുള്ളത്. മൊത്തം 200 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. നമുക്ക് 4 സബ്ജക്റ്റുകളാണ്. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, ഇങ്ങനെ 4 സബ്ജക്റ്റുകളുണ്ട്. സെക്ഷൻ എയിൽ ഓരോ സബ്ജക്റ്റിൽ നിന്നും 35 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. സെക്ഷൻ ബിയിൽ 15 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. സെക്ഷൻ ബിയിൽ 15 ക്വസ്റ്റ്യൻസിൽ നിന്നും 10 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. സോ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ 45 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. അങ്ങനെ 4 സബ്ജക്റ്റ് വരുമ്പോൾ 180 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ അറ്റൻഡ് ചെയ്യേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 മാർക്കും, ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് -1 ഉണ്ടാവും. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തു, അങ്ങനെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തെറ്റിപ്പോവാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി പോകുന്നത് 5 മാർക്സ് ആണ്. ബിക്കോസ് നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടിയില്ല, 1 മാർക്ക് പോവുകയും ചെയ്തു. സോ ആ ഒരു കൺസെപ്റ്റാണ്. സോ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ആൻസർ ചെയ്യുക, വളരെ കെയർഫുൾ ആയിട്ട് ആൻസർ ചെയ്യുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ടൈമിംഗ് ആണ്. സമയം നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1.5 മിനിറ്റിൽ കൂടുതലൊക്കെ പോകുന്നു, നിങ്ങൾക്ക് ആൻസർ കിട്ടാൻ ചാൻസ് ഇല്ലാന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്കിപ്പ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളെ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും. ആദ്യം തന്നെ അറിയാവുന്ന സബ്ജക്റ്റുകൾ ചെയ്തു തുടങ്ങുക. അപ്പോൾ ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ നന്നായിട്ടുണ്ടാവും. അതിൽ തന്നെ ചിലപ്പോൾ അറിയത്തില്ലാത്ത ക്വസ്റ്റ്യൻസ് വന്നാൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പെട്ടെന്ന് തന്നെ പോകാനുള്ള മനസ്സ് കാണിക്കുക. മീൻസ് ബയോളജി സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ ബയോളജിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, ഫിസിക്സ് ഉള്ളവർക്ക് ഫിസിക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ടൈം കൃത്യമായിട്ട് നോക്കുക. ഇതിൽ കൃത്യമായിട്ട് പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ എഴുതുന്ന കൂടെ തന്നെ മാർക്ക് ചെയ്ത് പോകാൻ ശ്രദ്ധിക്കുക. മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആൻസർ ചെയ്ത അതേ ക്വസ്റ്റ്യന് കറസ്പോണ്ടിങ് ആയിട്ടാണോ OMR ഷീറ്റിൽ മാർക്ക് ചെയ്യുന്നത് ശ്രദ്ധിച്ച് മാത്രം മാർക്ക് ചെയ്യാം. ഡബിൾ മാർക്കിംഗ് പോസിബിൾ അല്ല. അതായത് നിങ്ങൾ ഒരിടത്ത് മാർക്ക് ചെയ്തിട്ട് പിന്നെ മാറ്റി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വിഷയമുണ്ട്. അതുപോലെ തന്നെ ബബിൾ ചെയ്യുന്നത് കൃത്യമായിട്ട് ബബിൾ ചെയ്യാം. അതിൻ്റെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് OMR ഷീറ്റിൽ കാണാൻ പറ്റും. സോ OMR ഷീറ്റിൻ്റെ 2 സൈഡും കൃത്യമായിട്ട് നോക്കുക, കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൻ്റെ കോഡും നിങ്ങളുടെ OMR ഷീറ്റിൻ്റെ കോഡും വെരിഫൈ ചെയ്യുക. ആദ്യം തന്നെ നിങ്ങൾ OMR ഷീറ്റിൽ കുറച്ച് ഫില്ല് ചെയ്യാനുണ്ട്. അതൊക്കെ വളരെ ശ്രദ്ധിച്ച് ഫില്ല് ചെയ്യുക. ഒരു കാരണവശാലും പാനിക് ആവരുത്. പല രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നാം. അപ്പോൾ കൂളായിട്ട് ഫേസ് ചെയ്യാം. പിന്നെ ക്വസ്റ്റ്യൻസിനെ റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ 180 ക്വസ്റ്റ്യൻസിന് നമ്മൾ 4 മാർക്ക് വീതം നോക്കിയാൽ 720 ടോട്ടൽ മാർക്ക് വരുന്നത്. നിങ്ങൾ എന്തിലേക്കാണ് അപ്ലൈൻസ്, മെഡിക്കൽ സീറ്റുകൾ കിട്ടുന്ന ബേസ് ചെയ്തിട്ടുള്ള റാങ്കിങ് ബേസ്ഡ് വീഡിയോസ് ഒക്കെ ഒരുപാടുണ്ട്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏകദേശം ഒരു റാങ്ക് വരണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ എത്ര മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യണം എന്നുള്ളതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. അതിനനുസരിച്ച് മാക്സിമം സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്, അല്ലെങ്കിൽ എക്സാം ടൈമിൽ നിങ്ങൾ എന്തൊക്കെയാണ് എക്സാം ഹാളിൽ കൊണ്ടുപോകേണ്ടതെന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ നോക്കി വെക്കണം. ഇന്ന് തന്നെ അതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുക. ഒന്നാമതായിട്ട് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് അഡ്മിറ്റ് കാർഡ് ഒരു കാരണവശാലും മറക്കരുത്. അഡ്മിറ്റ് കാർഡിന്റെ 2 വശത്ത് പ്രിന്റ് എടുക്കുന്നതിന് പകരം സെപ്പറേറ്റ് പേപ്പറുകളിൽ പ്രിന്റ് എടുക്കാൻ ശ്രദ്ധിക്കുക. 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അത് നിങ്ങൾ നീറ്റിന് അപ്ലൈ ചെയ്ത സമയത്ത് അവിടെ അപ്ലോഡ് ചെയ്ത ഫോട്ടോ തന്നെ കൊണ്ടുപോകുക. അതുപോലെ തന്നെ പോസ്റ്റ് കാർഡ് സൈസ് ഒരു ഫോട്ടോ വേണം. ഇത് 2ഉം മസ്റ്റായിട്ട് എടുക്കുക. പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ, ഇത് 2ഉം വേണം. പിന്നെ ഒരു വാലിഡ് ID പ്രൂഫായിട്ട് ആധാർ കാർഡ് പറയാം, പാൻ കാർഡ് പറയാം, വോട്ടേഴ്സ് ID പറയാം, അതുപോലെ തന്നെ പാസ്പോർട്ട് എടുക്കാം. പക്ഷേ ഇതിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ആധാർ കാർഡ് തന്നെ കൊണ്ടുപോവുക. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ കയ്യിൽ കരുതേണ്ടത്. പിന്നെ പെൻ കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പെൻ ആക്ച്വലി അവിടെ നിന്ന് തരും. സോ നിങ്ങൾ വേറെ ഒന്നും കൊണ്ടുപോകണ്ട. ജോമെട്രിക് ബോക്സോ പെൻസിലോ സ്കെയിലോ ഷാർപ്നറോ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അലൗഡ് അല്ല. പിന്നെ ഡ്രസ്സ് കറക്റ്റായിട്ട് നോക്കുക. ഡ്രസ് കോഡുണ്ട്, അത് പാലിച്ച് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
സോ ഡ്രസ് കോഡിൽ ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടത് സിമ്പിളായിട്ടുള്ള ഷർട്ടാണ്. സിമ്പിളായിട്ടുള്ള ഹാഫ് സ്ലീവ് ഷർട്ട്സ് മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ. ടീഷർട്ടുകൾ അലൗഡ് ആണ്, പക്ഷേ അതിൽ ഒരുപാട് വർക്കുകൾ ഉണ്ടാകാതിരിക്കട്ടെ. വർക്കുകൾ ഉള്ളതൊന്നും അലൗഡ് അല്ല. മെറ്റൽ പോലുള്ള അല്ലെങ്കിൽ ഗ്ലാസ് വർക്ക്സ് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അലൗഡ് അല്ല. സിമ്പിൾ പാൻറ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ സാൻഡൽസ്, സിമ്പിളായിട്ടുള്ള സാൻഡൽസ്, ചെപ്പൽസ് ഒക്കെ യൂസ് ചെയ്യുക. ഒരു കാരണവശാലും ഹൈ ഹീല്, അതുപോലെ തന്നെ ഷൂസ്, ഇതൊന്നും അലൗഡ് അല്ല. ജീൻസ് അലൗഡ് അല്ല. ഫുൾ സ്ലീവ് ഉള്ള ഷർട്ടുകൾ അല്ലെങ്കിൽ ജാക്കറ്റ്സ്, കുർത്താസ്, അതുപോലെ തന്നെ പൈജാമ, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അലൗഡ് അല്ല. നിങ്ങൾ വളരെ സിമ്പിളായിട്ട് പോയാൽ മതി. ഗേൾസ് ആണെങ്കിൽ ഓർണമെൻറ്റ്സ് എല്ലാം മാറ്റി വയ്ക്കുക ഒരു ദിവസത്തേക്ക്. അതുപോലെ ഇയറിങ്സ്, മെറ്റാലിക് വർക്കുകളുള്ള ഷർട്ട്, ടീഷർട്ട് അല്ലെങ്കിൽ കുർത്താസ് ഇങ്ങനെയുള്ളതൊന്നും കൊണ്ടുപോകാതിരിക്കുക. സിബ്, ഒരുപാട് പോക്കറ്റുള്ള ഡ്രസ്സ്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മാക്സിമം അവോയ്ഡ് ചെയ്യുക. സിമ്പിളായിട്ട് എക്സാം എഴുതാൻ പോവുക നാളെ ഒരു ദിവസത്തേക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെറ്റാലിക് ഡിറ്റക്ടർ വെച്ചിട്ടുള്ള ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതിൽ എന്തെങ്കിലും എറർ കാണിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളെ അലൗഡ് ചെയ്യുന്നതല്ല. സോ സിമ്പിളായിട്ട് തന്നെ പോവാം. പിന്നെ നിങ്ങൾ മെയിനായിട്ട് കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അഡ്മിറ്റ് കാർഡ് വേണം, പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് വേണം, പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ വേണം, അതുപോലെ തന്നെ നമ്മുടെ വാലിഡ് ആയിട്ടുള്ള ഒരു ID പ്രൂഫ് വേണം. ഇതാണ് നിങ്ങൾ മെയിനായിട്ടും കൊണ്ടുപോകേണ്ടത്. ഡ്രസ്സ് സിമ്പിളായിട്ടുള്ള ഡ്രസ്സ് യൂസ് ചെയ്യുക. ടീഷർട്ട്സോ അതുപോലെ തന്നെ പാൻസോ, സിമ്പിൾ പാൻസോ സാൻഡൽസോ ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാനുള്ളത് നിങ്ങളുടെ ടൈമിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നീറ്റിനെ സംബന്ധിച്ച് വളരെ കെയർഫുള്ളായിട്ട് മാത്രം പരീക്ഷ എഴുതുക. പിന്നെ നമ്മളുടെ മെൻ്റൽ സ്ട്രെങ്ത്, അതായത് മിക്ക സ്റ്റുഡൻസിനും അയ്യോ എന്നെ കൊണ്ട് ഇത് പറ്റുമോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ആർക്കും ഒരിക്കലും ഇത് മുഴുവൻ പഠിച്ചു തീർക്കാൻ പറ്റില്ല. കാരണം ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, മുഴുവൻ പഠിച്ചു തീർത്തിട്ട് ഒരിക്കലും നമുക്ക് നീറ്റ് എക്സാം എഴുതാൻ പറ്റില്ല. സോ നിങ്ങൾ പഠിച്ചതിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് എന്നെ കൊണ്ട് പറ്റുമെന്നുള്ളൊരു തോന്നൽ സ്വയം തോന്നി ആ ഒരു കോൺഫിഡൻസോട് കൂടി പരീക്ഷ എഴുതുക. കൂളായിട്ട്. നിങ്ങൾ ടെൻഷൻ അടിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്കൊന്നും കിട്ടാനില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾ മറന്നു പോകത്തേ ഉള്ളൂ. സോ കൂളായിട്ട് പരീക്ഷ എഴുതാൻ നോക്കുക. എല്ലാവർക്കും വീണ്ടും വിജയാശംസകൾ നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ബൈ.